നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇത്തവണ ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തകർപ്പൻ ഓഫർ ഓണം സ്വർണ്ണോത്സവം 2024. ആമിയ ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ ബമ്പർ സമ്മാനം 100 പവൻ സ്വർണം, ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. കൂടാതെ 1 ഗ്രാം സ്വർണം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. വാർത്തകൾ വിശദമായി. പരപ്പനങ്ങാടി പാലത്തിങ്ങലിലെ 80 സെന്റ് പുഴ പുറമ്പോക്ക് ഭൂമി ഇതുവരെ അളന്നു തിട്ടപ്പെടുത്താത്തതിനെ തുടർന്ന് നഗരസഭയുടെ വിവിധ പദ്ധതികൾ പ്രതിസന്ധിയിൽ. സ്ഥലം അളന്നു തിട്ടപ്പെടുത്തി നൽകിയാൽ നഗരസഭയുടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കും. നഗരസഭയിൽ ചെട്ടിപ്പടിയിലുള്ള ഗവൺമെന്റ് സ്പെഷ്യൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്ററും ഗവൺമെന്റ് മോഡൽ ലാബ് സ്കൂളും ചെട്ടിപ്പടി GMLP സ്കൂൾ കോമ്പൗണ്ടിലെ കെട്ടിടങ്ങളിലാണ് താൽക്കാലികമായി പ്രവർത്തിച്ചു വരുന്നത്. 2013 വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന PK അബ്ദുറബിന്റെ ശ്രമഫലമായാണ് DED സെന്റർ ആരംഭിച്ചത്. എന്നാൽ അന്ന് താൽക്കാലികമായി ചെട്ടിപ്പടി സ്കൂളിൽ തുടങ്ങുകയും തുടർന്ന് സ്വന്തം കെട്ടിടം നിർമ്മിച്ച് അതിലേക്ക് മാറ്റാമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ നഗരസഭാ പരിധിയിലെ പാലത്തിങ്ങലിലെ 80 സെന്റ് പുഴ പുറമ്പോക്ക് ഭൂമി ഇതുവരെ റീസർവേ നടത്താത്തതിനാൽ DED സെന്റർ നിർമ്മാണം പ്രതിസന്ധിയിലാണ്. ചെട്ടിപ്പടി DED സെന്ററിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ ഇവിടെ 30 സെന്റ് കണ്ടുവച്ചിട്ടുണ്ട്. 40 സെന്റിൽ അമൃത് കുടിവെള്ള പദ്ധതിയുടെ പ്ലാന്റും പാലത്തിങ്ങൽ ജനകീയ ആരോഗ്യ വെൽനസ് സെന്റർ എന്നിവയ്ക്കും ഇവിടെ സ്ഥലം ഉപയോഗപ്പെടുത്തുവാനാണ് നഗരസഭ പദ്ധതിയിടുന്നത്. എന്നാൽ ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ ജില്ലാ സർവേയർക്ക് കത്ത് നൽകിയിട്ടും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ലെന്ന് നഗരസഭാ അധ്യക്ഷൻ PP ഷാഹുൽ ഹമീദ് പറഞ്ഞു. പരപ്പനങ്ങാടി നഗരസഭയിൽ നമ്മുടെ സ്പെഷ്യൽ ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ, പിന്നെ അതുപോലെ ലാബ് സ്കൂളൊക്കെ ചെട്ടിപ്പടി ടൗൺ സ്കൂളിലാണ് ഇപ്പോൾ താൽക്കാലികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2013 അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട PK അബ്ദുറബ് സാഹിബിൻ്റെ ശ്രമഫലമായിട്ടാണ് നമുക്ക് DED സെൻറ്റർ അനുവദിച്ചിട്ടുള്ളത്. കേരളത്തിലെ രണ്ടാമത്തെ സെൻറ്ററാണ് നമ്മുടെ ഇവിടെ അനുവദിച്ചിട്ടുള്ള, പരപ്പനങ്ങാടി അനുവദിച്ചിട്ടുള്ള ഈ DED സെൻറ്റർ. അന്ന് താൽക്കാലികമായി ആ സ്കൂളിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനും പിന്നീട് നമുക്കത് സ്വന്തം ബിൽഡിങ്ങിലേക്ക് മാറ്റാനുമായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ ഭാഗമായി 17/2/2022 പരപ്പനങ്ങാടി നഗരസഭാ കൗൺസിലിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജണ്ട വരികയും പാലത്തിങ്ങലിലെ പുഴ പുറമ്പോക്ക് ഭൂമിയുണ്ട്, നമുക്ക് ഏകദേശം 80 സെൻറ്റോളം ഭൂമി അവിടെ പുഴ പുറമ്പോക്ക് ഭൂമി. ആ ഭൂമി പിന്നെ റീസർവേ നടപടി കഴിയാത്തത് കൊണ്ട് നമുക്കതിൻ്റെ ബാക്കി നടപടിയിലേക്ക് പോകാൻ സാധിച്ചില്ല. അതുപോലെ ഡിജിറ്റൽ സർവേ നടന്നിട്ടില്ല. അപ്പോൾ ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനോട് നമ്മൾ ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടി ജില്ലാ സർവേയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന 17/2/2022 തന്നെ ഇതിൻ്റെ അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അതിൻ്റെ കത്തും കാര്യങ്ങളൊക്കെ പോയിരുന്നു. പക്ഷേ നാളിതുവരെയായി അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നടപടിക്രമവും പാലിക്കാത്തതുകൊണ്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് അവിടെ ബിൽഡിംഗ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത്, പ്രത്യേകിച്ച് ആ 80 സെൻറ്റ് സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് DED സെൻറ്റർ, 30 സെൻറ്റ് സ്ഥലം DED സെൻറ്ററും 40 സെൻറ്റ് സ്ഥലം അമൃത് കുടിവെള്ള പദ്ധതിയും, നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്ന അമൃത് കുടിവെള്ള പദ്ധതിയിലൂടെ അവിടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 40 സെൻറ്റ് സ്ഥലം, അതേപോലെ അവിടുത്തെ ഒരു വെൽനസ് സെൻറ്റർ ഹോസ്പിറ്റൽ അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി 15 സെൻറ്റ്, അങ്ങനെ ഒരു 80 സെൻറ്റ് സ്ഥലം അതിനുവേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ സർവേ നടപടി പൂർത്തിയാകാത്തതുകൊണ്ടും ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ജില്ലാ സർവേ നടപടി പൂർത്തീകരിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിക്ക് അത് കൈമാറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ DED സെൻറ്ററിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് അവിടെ ഒരുപാട് ഭിന്നശേഷി കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്, അവരവിടെ വരുന്നുണ്ട്, അവർ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ സ്വന്തമായ ബിൽഡിങ്ങിലേക്ക് മാറി അവർക്ക് ആവശ്യമുള്ള പിന്നെ കാര്യങ്ങളൊക്കെ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി തെറാപ്പി സെൻറ്റർ അടക്കം ഒരുക്കിക്കൊണ്ടുള്ള വിപുലമായൊരു പദ്ധതിയാണ് അവിടെ ആവിഷ്കരിക്കാൻ വേണ്ടി നഗരസഭ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യ നടപടി എന്നവർക്ക് നഗരസഭ ചെയ്തു കഴിഞ്ഞു. ഇനി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്ന് സർവേ നടപടി പൂർത്തീകരിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പദ്ധതി അവിടെ ആവിഷ്കരിക്കാൻ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഞാൻ അവിടെ പോയി സന്ദർശനം നടത്തിയിരുന്നു. DED സെൻറ്ററിൽ അവിടുത്തെ ടീച്ചേഴ്സും അവിടുത്തെ രക്ഷിതാക്കളുമായി സംസാരിച്ചു. വളരെ ദയനീയമാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി തന്നെ ജില്ലാ കളക്ടർക്ക് ഇന്ന് തന്നെ ഇതിൻ്റെ മെയിലിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി
ഈ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് കത്ത് ജില്ലാ കളക്ടർ കൊടുത്തിട്ടുണ്ട്. അതിന് ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മീറ്റിംഗ് നമുക്ക് അവിടെ കൂടി ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.